എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മിഥുൻ സ്കിൽസ് ഫെയറിന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഈ ശക്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പും എപ്പോഴും നമ്മുടെ ഓഡിയൻസിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഇന്നും നമ്മൾ പറയുകയാണ്, നമ്മൾ ഓൾറെഡി 1K കഴിഞ്ഞു. അതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. കാരണം നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടാണ് കഴിഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് നമുക്കൊരു 1000 സബ്സ്ക്രൈബറിന് മുകളിൽ 1Kക്ക് മുകളിൽ എത്താൻ സാധിച്ചുവെങ്കിൽ നിങ്ങളുടെ ശക്തമായ വിലയേറിയ സപ്പോർട്ടും ഓരോ കമന്റ്സും കൊണ്ടാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൽ കാണുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളിലേക്ക് ഇത് എത്തിക്കുവാനും അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നും കൂടെ ഇവിടെ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഓറ എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും പല സമയത്തും പല സാഹചര്യങ്ങളിലും ഒക്കെ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഓറ? നമ്മളെല്ലാവരും പറയും, നിന്റെ ഓറ എപ്പോഴും ഹൈലി പോസിറ്റീവായിട്ടിരിക്കണം, നിന്റെ ഓറ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഓറ എപ്പോഴും ഫ്രഷ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ നമുക്ക് എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല. ഈ ഓറ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഓറ, നമ്മുടെ ചുറ്റും ഓറയുണ്ട്. എന്നാൽ എന്താണ് ഈ ഓറ? ഓറ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വലയം ചേർന്ന് നിൽക്കുന്ന ഒരു ഊർജ മണ്ഡലത്തെ അല്ലെങ്കിൽ ആ ഒരു ഊർജ പ്രഭാവത്തെയാണ് ഓറ എന്ന് സൂചിപ്പിക്കുന്നത്. ആത്മീയമായിട്ട് സ്പിരിച്വാലിറ്റിയിലൂടെ പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും വികാരത്തെയും ഒക്കെ ഈ ഓറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുന്നത് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഓറയെ പോസിറ്റീവായിട്ട് നിർത്തണോ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൗൺ ആക്കണോ അല്ലെങ്കിൽ അതിന്റെ പോസിറ്റിവിറ്റി കുറയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസ് ആണ്. അതിനാണ് മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിലും നമ്മൾ പറയുന്നത്, രാവിലെ നിങ്ങൾ അതിരാവിലെ എണീക്കാൻ ശ്രമിക്കുക. ബ്രാഹ്മ മുഹൂർത്തത്തിൽ രാവിലെ 4 മുതൽ 6 വരെയുള്ള സമയത്തിൽ എണീക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവായുള്ള കാര്യങ്ങൾ കേൾക്കുക. ന്യൂസുകളും അങ്ങനെ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ മാറ്റിവെക്കുക. കാരണം നമ്മുടെ ഓറയെ മാക്സിമം പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ഈ അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഊർജ്ജ മണ്ഡലം, നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഈ ഒരു ഓറ പോസിറ്റീവായിട്ട് നിലനിർത്തുവാനായിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാണ് നമ്മുടെ ഓറ പോസിറ്റീവായിട്ട് നിർത്തേണ്ടതിന്റെ ആവശ്യം? അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജ പ്രഭാവലയമാണ് ഈ ഓറ എന്ന് പറയുന്നത്. നമ്മുടെ രാവിലെ ഇത്രമാത്രം ആക്റ്റീവായി ഹൈലി വൈബ്രേഷനിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഓറയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തേക്കാണ് ഇറങ്ങുന്നത് അല്ലേ. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. നമ്മളെ പോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് ഈ ഓറയുണ്ട്. പക്ഷേ അവരുടെ ഓറ നമ്മളെ പോലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞു, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വികാരത്തെയും ഓറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിലേക്ക് വരുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ കൂടെ കാണുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ ആയ വ്യക്തികൾക്ക് ഓറയുണ്ട്. അവരുടെ ഓറ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇടപഴകുമ്പോഴോ നമ്മളിലുള്ള ഒരു പോസിറ്റിവിറ്റിയെ അവരുടെ ഓറ അട്രാക്ട് ചെയ്യും. നമുക്കറിയാം, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ചേർന്നാൽ എന്താണ്? ന്യൂട്രൽ ആണ്, സീറോ അല്ലെ. അപ്പൊ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഓറയെ അതിന്റെ ആ ഒരു ലെവലിനെ ഡൗൺ ചെയ്യാനായിട്ട് ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഓറയുള്ള വ്യക്തി കാരണമാകും. അപ്പൊ നമ്മൾ എത്രമാത്രം ഹൈലി പോസിറ്റീവായിട്ട് നിൽക്കുന്നോ അത്രമാത്രം എന്തൊക്കെ നെഗറ്റീവുള്ള ഓറകളുള്ള ആൾക്കാർ നമ്മളിലേക്ക് വന്നാലും നമുക്കതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കുറെ ടൈം വേണ്ടി വരും. കാരണം അത്രമാത്രം ഹൈലി പോസിറ്റീവ് ആണ് നമ്മളുടെ ഓറ. അപ്പൊ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ രാവിലെ നമ്മൾ അത്രയും ഹൈലി വൈബ്രന്റ് ആവണം, ഹൈലി പോസിറ്റീവ് ആകണം. നമ്മുടെ ഓറയെ അത്രമാത്രം നമ്മൾ പോസിറ്റീവ് ആക്കണം. നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രഭാവലയത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, പ്രയർ, എക്സസൈസ്, യോഗ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ഈ ഓറ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു ദിവസം നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മുടെ മൈൻഡിലെ തോട്ട്സ്, ഒരു കാര്യം നമ്മളിലേക്ക് മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, നമ്മുടെ പെർസെപ്ഷൻ, ഇതെല്ലാം നമ്മുടെ ഓറയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശക്തമായിട്ട് രാവിലെ നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ ബോഡിയെ ആക്റ്റീവ് ആക്കിയിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ. ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവുള്ള ശരീരത്തിലാണ് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുന്നത്. അതേപോലെ തന്നെ ഓറ ശക്തമായി പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ മറ്റുള്ള നെഗറ്റിവിറ്റി കടന്നുകൂടില്ല. അപ്പോൾ ഏകദേശം എന്താണ് ഓറ എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ അത്ഭുതങ്ങളും സൃഷ്ടിക്കാം, ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാം, നമ്മുടെ ലൈഫിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പല ക്ലാസ്സുകളും നമ്മുടെ മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നമ്മൾ നടത്തി വരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ലിങ്കിലൂടെ നമ്മുടെ ഗ്രൂപ്പുമായിട്ട് വരികയും നമ്മുടെ അഡ്മിൻ നിങ്ങളെ അപ്രൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് വന്നതിന് ശേഷം ഡെയിലി പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, പോസിറ്റീവായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം, ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ്. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നാടകം പോലെയാണ്
നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാനും സഹായിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ കൈപിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് വഴി നമ്മളിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ജീവിതത്തിൽ എല്ലാവിധ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ജീവിതത്തിൽ മാറ്റത്തിന്റെ പ്രതിധ്വനി ജീവിതത്തിലേക്ക് വരുവാനും അതിന് സഹായിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിക്ക് കൈകൊടുക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. മിഥുൻ സ്കിൽസ് ഫെയർ.